ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വളരെ പരിചയമായിട്ടുള്ള ഒരു സാധനം തന്നെയാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. വേറൊന്നുമല്ല, ഇതെന്താണ് ഈ തൂങ്ങി കിടക്കുന്നത് അറിയോ? മനസ്സിലായോ എന്താണിതെന്ന്? നാട്ടിൽ എനിക്ക് അറിഞ്ഞിട്ട് ഇത് നല്ല ഫേമസ് ആയിട്ടുള്ളൊരു സാധനമാണ്. പക്ഷെ ഞാൻ എപ്പോഴാണ് ഞങ്ങളുടെ ഏരിയയിലൊന്നും ഈ സാധനം ഇല്ല കേട്ടോ. ഇതെന്താ മനസ്സിലായോ? ഇതാണ് ലിച്ചി, റംബൂട്ടാൻ എന്ന് പറയില്ലേ, അതന്നെയല്ലേ ഇത്? ഇവിടെ ലിച്ചി പറയും. അപ്പോൾ എനിക്കറിഞ്ഞിടത്തോളം ഇതാണ് റംബൂട്ടാൻ അല്ലേ. അപ്പോൾ ഞാനിത് എപ്പോഴാണ് ഫസ്റ്റ് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ PGക്ക് പഠിക്കുന്ന ടൈമിൽ, അത് കുറവിലങ്ങാടായിരുന്നു. അപ്പോൾ കുറവിലങ്ങാട്, പാല, പിന്നെന്താ പറയുക, പൊൻകുന്ന്, അങ്ങോട്ടുള്ള ആ ഏരിയയിലേക്കാണ് ഈ ലിച്ചി ഏറ്റവും കൂടുതൽ കാണുന്നത്. പാല ഏരിയയിലൊക്കെ ഒരുപാടുണ്ട്. അതിനുശേഷം ഞാനവിടെ ബ്രില്യൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് നാൾ. പാല ബ്രില്യൻറ്റിൽ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ. ആ ടൈമിലും ഞങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഈ റംബൂട്ടാൻ്റെ ട്രീ. അപ്പോഴൊക്കെയാണ് ഞാനത് ആദ്യമായിട്ട് കാണുന്നത്, ഈ റംബൂട്ടാൻ കാണുന്നത്. അതിന് മുമ്പിൽ ഞാനിങ്ങനെ ഒരു ഫ്രൂട്ട് കണ്ടിട്ടേ ഇല്ല. പക്ഷെ ഹൈദരാബാദിൽ എത്തിയ ശേഷം കൂടെ ഫസ്റ്റ് കുറേ ഇയേഴ്സ് ഞാനിങ്ങനൊരു സാധനം കണ്ടിട്ടേ ഇല്ല. അവിടെ വെച്ചിട്ട് കൂടെ ഞാൻ നാട്ടിൽ വെച്ചിട്ട് കൂടെ 1 or 2 ടൈംസ് കഴിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ടേസ്റ്റ്. ഇവിടെ ഹൈദരാബാദിൽ വന്നിട്ട് ഞാൻ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ ആദ്യം കുറേ ഇയേഴ്സ്. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇത് ഭയങ്കരമായിട്ട് വഴിയിൽ കിടന്ന് ഓടുന്നുണ്ട്. ഐ മീൻ വഴിയിൽ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് kg 300 rupees അത്ര ഈ നേട്ടം വാങ്ങിയിട്ട് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നിങ്ങൾക്ക് കുറേ ആൾക്കാർക്കൊക്കെ പരിചയമുണ്ടാകും. പക്ഷെ ഇപ്പം ഞങ്ങളുടെ ഏരിയയിലൊന്നും ഇതിപ്പോഴും ആൾക്കാർക്ക് പരിചയമുണ്ടെന്ന് തോന്നുന്നില്ല. ഐ മീൻ അറിയാന്നല്ലാണ്ട് അത് അത്രയും ഒരു എന്താ പറയുക, നമ്മുടെ ആപ്പിൾ, ഓറഞ്ച് എന്നൊന്നും പറയുന്ന പോലെ അത്രയും ഇതായിട്ടില്ലല്ലോ. ഇവിടെ കൂടെ ഇല്ല. ഇത്ര കോസ്റ്റ്ലി ആയതുകൊണ്ട് മിക്ക ആൾക്കാരും വാങ്ങുക കൂടെ ചെയ്യില്ല ഈ ലിച്ചി എന്ന് പറയുന്ന സാധനം. ഇപ്പോൾ ആണ് ഇവിടെ കൂടെ ഇതൊക്കെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആകെ കഴിച്ചിരിക്കുന്ന വളരെ കുറച്ച് പ്രാവശ്യമുള്ളൂ. ഹൈദരാബാദിൽ എത്തിയിട്ട് കൂടെ ഞാൻ 1 or 2 ടൈംസ് എൻ്റെ നിർബന്ധത്തിന് ഏട്ടൻ എനിക്ക് വാങ്ങി തന്നതാണ്. അങ്ങനെ ഞാൻ കഴിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ തൊലി ഫസ്റ്റ് ഇങ്ങനെ ഉരിച്ച് മാറ്റണം. തൊലി ഇങ്ങനെ ഉരിച്ചിട്ട് ഒരു പ്രാവശ്യം കോളേജിൽ വെച്ചിട്ട് PG ടൈമിൽ ഞങ്ങളുടെ സാർ ഒരു ദിവസം, ഞാൻ ബോട്ടണി ആയിരുന്നു, അപ്പം ഞങ്ങൾക്ക് ടാക്സോണമി ഉണ്ട്. അതിന് വേണ്ടിയിട്ട് സാർ വന്നിട്ട് ഒരു ദിവസം ഈ റംബൂട്ടാൻ കൊണ്ടുവന്നിട്ട് ക്ലാസ്സിൽ. അപ്പോഴാണ് ഫസ്റ്റ് ടൈം കാണുന്നത്. അന്ന് കൊണ്ടുവന്നിട്ട് ആളിതാ ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരിച്ചു. അപ്പം ഇതെന്താ സംഭവം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഇങ്ങനെ ഉരിച്ചിട്ട് ഇതിങ്ങനെ തിന്നണം പറഞ്ഞിട്ട് പാലിലേക്കിട്ട് പറഞ്ഞിട്ട് നന്നായി ഉറിഞ്ചിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ടൈം ഇത് കാണുന്നത്. പക്ഷെ അങ്ങനെ സാറ് ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് കഴിച്ചിട്ടോ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് മനസ്സിലായി. പക്ഷെ കാണാനായിട്ട് നല്ല ഫ്ലഷി ആയിട്ടിരിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. നല്ല വൈറ്റ് ആയിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാൻ നല്ല ടേസ്റ്റ് ആണല്ലോ. അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ പറഞ്ഞില്ലേ, ഹോസ്റ്റലായിരുന്ന ടൈമിൽ അവിടെ ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് 1 ടൈം എന്തോ ഞാൻ കഴിച്ചു. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോഴേക്കും ഇതിനെ നൊസ്റ്റാൾജിയ പറയാൻ പറ്റില്ല. കാരണം ഇത് ഞാൻ അങ്ങനെ ഒന്നും കഴിച്ചിട്ടുള്ളതോ നമ്മൾക്ക് ഒരുപാട് അങ്ങ് ക്ലോസ് ആയിട്ടുള്ള സാധനമൊന്നും അല്ല. എങ്കിൽ കൂടി ശരി, നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു. ബൈ ബൈ.